ഞങ്ങൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് KTU സർവകലാശാലയിൽ സ്ഥിരമായ ഒരു VC വേണം എന്നായിരുന്നു. കാരണം ഞങ്ങൾ എപ്പോഴൊക്കെ ഇവിടെ ഒരു സമരം നടത്താൻ വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഇവിടെ VC ഉണ്ടാവാറില്ല. ഇന്നും ശിവപ്രസാദ് എന്ന KTU VC ഞങ്ങൾ വരുന്ന സമയം നോക്കി തക്ക സമയത്ത് ഇവിടുന്ന് ഒളിച്ചോടി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം ഉടനടി ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു VC ഇവിടെ വരണമെന്നാണ്. ഇദ്ദേഹത്തെ ഹൈക്കോടതി, കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വലിച്ചെറിഞ്ഞപ്പോൾ, സുപ്രീം കോടതി താൽക്കാലികമായി തുടരാമെന്ന് പറഞ്ഞപ്പോൾ ഉടനടി പുതിയ VC വേണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കാൻ ഇവിടെ ഉത്തരവാദികളായിട്ടുള്ള പ്രോ VC ഇല്ല, രജിസ്ട്രാർ ഇല്ല. ജോയിന്റ് രജിസ്ട്രാറായി ഇന്ന് രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്നത് VCയുടെ മുൻ PA ആണ്. അദ്ദേഹത്തോട് നടത്തിയ ചർച്ചയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള തീരുമാനങ്ങളാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസ് കപ്പാസിറ്റിയിൽ ഇരുന്ന് എന്തു ചെയ്യണമെന്ന് പോലും അറിയാത്തവരായി ഈ സർവകലാശാലയെ പൊളിച്ചടക്കാൻ RSS കൊടുത്ത കൊട്ടേഷന് മേലിൽ പ്രവർത്തിക്കുന്നവരായി ഇവർ മാറിയപ്പോൾ ഇവരുടെ മുന്നിൽ ഞങ്ങൾ വെച്ചിട്ടുള്ളത് ശിവപ്രസാദിനെ ഇവിടെ സമൻ ചെയ്യണമെന്നാണ്. ഞങ്ങൾക്ക് ഈ KTUവിന്റെ താൽക്കാലിക VCയെ കാണണമെന്നാണ്. ഈ വരുന്ന 13-ാം തീയതി ഉച്ചക്ക് 2 മണിക്ക് SFIയുടെ പ്രതിനിധികൾ ഈ പറഞ്ഞ ശിവപ്രസാദിനെ KTUവിന്റെ ആസ്ഥാനത്ത് വെച്ച് നേർക്കുനേർ വെച്ച് ഈ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പുതിയ പ്രോ VC, പുതിയ രജിസ്ട്രാർ, പുതിയ VC സെർച്ച് കമ്മിറ്റി ഇതുൾപ്പെടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ എപ്പോൾ എന്നതിന്റെ ഭാഗമായി 13-ാം തീയതി ഉച്ചക്ക് 2 മണിക്ക് യോഗ തീരുമാനം, ആ യോഗത്തെ ഒന്നാമത്തെ തീരുമാനമായി എടുത്തിട്ടുള്ളത് ഈ യോഗം വിളിച്ചു ചേർക്കാനും ആ യോഗത്തെ തുടർന്ന് ഈ തീരുമാനങ്ങൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ സെർച്ച് കമ്മിറ്റി, പുതിയ VC, ഈ പറഞ്ഞ രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ഈ സർവകലാശാലയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആളുകളെ നിയമിക്കലാണ്. പരീക്ഷ കൺട്രോൾ ഉൾപ്പെടെ ഇവിടെ വരേണ്ടതായിട്ടുള്ള, ഇവിടെ ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇന്നിവിടെ ഇല്ല. യോഗങ്ങൾ ചേരാൻ കഴിയുന്നില്ല. ഈ സർവകലാശാല മുന്നോട്ട് പോകുന്നില്ല. അതിനെ മുൻനിർത്തിയുള്ള ചർച്ചയായിരിക്കും 13-ാം തീയതി ഉണ്ടാവുക. മറ്റൊന്ന് S8 സെമസ്റ്ററുമായി ബന്ധപ്പെട്ടാണ്. S8 റീവാലുവേഷൻ സെമസ്റ്ററിന്റെ റിസൾട്ട് വരാതെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ ഉന്നത പഠനം മുടങ്ങിക്കിടക്കുകയാണ്. ഈ ആഴ്ചക്കുള്ളിൽ എന്ന് വെച്ചാൽ ഇന്ന് കൃത്യം 7-ാം തീയതി, ഈ പറഞ്ഞ 14-ാം തീയതിക്കുള്ളിലായി S8ന്റെ റീവാലുവേഷൻ റിസൾട്ട് പ്രഖ്യാപിക്കും എന്ന് സമരത്തിന്റെ ഭാഗമായി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിനു പുറമെ S6ന്റെ റിസൾട്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇവിടെ പബ്ലിഷ് ചെയ്യുമെന്നുള്ള ഉറപ്പും ഈ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം S8ന്റെ സപ്ലിമെന്ററി എക്സാം അടിയന്തരമായി നോട്ടിഫൈ ചെയ്യാനുമുള്ള തീരുമാനവും ഈ സമരത്തിന്റെ ഭാഗമായി ഇവിടെ എടുത്തിട്ടുണ്ട് എന്ന് വിദ്യാർത്ഥി സമക്ഷം ഞങ്ങൾ അറിയിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ യോഗത്തിനിരിക്കുമ്പോ ആദ്യം യോഗമിരിക്കാൻ ഓഫീസില്ല, ഇവിടെ യോഗമിരിക്കാൻ സ്ഥലമില്ല, നമുക്ക് നിന്ന് സംസാരിക്കാം എന്നാണ് ഉത്തരവാദികൾ പറഞ്ഞത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പറഞ്ഞത് നിന്ന് സംസാരിക്കാമെന്നാ. KSUക്കാരൻ വന്നാൽ, MSFകാരൻ വന്നാൽ അവർ വരില്ല, വിളിച്ചുകൊണ്ടുവരണം. ആര്? ശിവപ്രസാദ് വിളിച്ചുകൊണ്ടുവന്ന് ചർച്ച നടത്തണം. ABPക്കാരനെ വിളിച്ചുകൊണ്ടെന്ന് എവിടെ കൊണ്ടുപോയിരുത്തും? സിൻഡിക്കേറ്റ് റൂമിൽ കൊണ്ടുപോയി ചർച്ച നടത്തും. കഴിഞ്ഞ 1.5 വർഷമായി ഞങ്ങൾ ചോദിക്കുന്നു, ഇവിടെ ഇയർ ഔട്ട് എന്ന ഏറ്റവും മാനുഷികമല്ലാത്ത ഈ നടപടി ഇവിടെ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിനോട് അനുഭാവപൂർവ്വം നിലപാടെടുക്കാത്ത VC അടിയന്തരമായ നിലപാടെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്ത ഞങ്ങളോട് നിന്ന് സംസാരിക്കണം പോലും. ഞങ്ങൾ 1970 തൊട്ട് ഇവിടെ സമരം ചെയ്യുന്നവരാണ്. 1925 തൊട്ട് ഈ 2025 വരെ സമരം പോയിട്ട് ഒരു മരം പോലും നടാത്ത RSSകാരനെ വിളിച്ചിരുത്തുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ 1 അല്ല 2 അല്ല 1000 വാതായനങ്ങൾ കൊട്ടിയടിച്ചാലും അതിന് മുകളിൽ പറന്നു കയറി അവിടെ